ഇതിലൊരു രാഷ്ട്രീയമായ അനിശ്ചിതത്വം മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം 102 സീറ്റ് വാങ്ങി തിളക്കമാർന്ന വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നൽകിയ കേരളത്തിലെ വോട്ടർമാർ അവർ ഉയർത്തുന്ന ചോദ്യങ്ങൾ ഗൗരവതരമായ ചോദ്യങ്ങളാണ് അവർ ഉയർത്തുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ഉണ്ടാകുന്ന കാലവിളംബത്തെ സംബന്ധിച്ചാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് ഈ കോൺഗ്രസ് ഹൈക്കമാൻഡിനോടും നേതൃത്വത്തോടും ആവശ്യപ്പെടാനുള്ളത് സംസ്ഥാന മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഇനിയും കാലവിളംബം കൂടാതെ എത്രയും പെട്ടെന്ന് ആ തീരുമാനം പ്രഖ്യാപിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ആ കാര്യത്തിൽ RSPയെ സംബന്ധിച്ചിടത്തോളം RSP അടക്കമുള്ള UDFിലെ പ്രധാനപ്പെട്ട മിക്കവാറും എല്ലാ ഘടകകക്ഷികളുമായും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിരീക്ഷകരായി കേരളത്തിൽ വന്ന 2 പേർ ഞങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ആ ആശയവിനിമയം നടത്തിയപ്പോൾ RSPയുടെ നിലപാട്, RSPയുടെ കാഴ്ചപ്പാട് കൃത്യമായി വ്യക്തമായി ഞങ്ങൾ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ലീഗും പറഞ്ഞിട്ടുണ്ടാകും, കേരള കോൺഗ്രസും പറഞ്ഞിട്ടുണ്ടാകും, എല്ലാ പാർട്ടികളും പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് കഴിഞ്ഞതിന് ശേഷവും വീണ്ടും വളരെ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഡിസ്കഷൻസ്, ഡെമോക്രാറ്റിക് പ്രോസസ് കോൺഗ്രസിനകത്ത് നടക്കുകയാണ്. അതിനെയൊക്കെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പശ്ചിമ ബംഗാളിൽ, തമിഴ്നാട്ടിൽ, ആസാമിൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ, ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള കാലതാമസം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പ്രവർത്തകരിലും പൊതുസമൂഹത്തിലും വലിയ തോതിലുള്ള നിരാശ ഉളവാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്, എത്രയും പെട്ടെന്ന് കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറെ തെരഞ്ഞെടുത്ത് സംസ്ഥാന മുഖ്യമന്ത്രിയെ സെലക്ട് ചെയ്ത് കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണ പ്രക്രിയയ്ക്ക് ഇനിയും കാലതാമസം ഉണ്ടാകാതെ അതിന് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറാകണം എന്ന അഭ്യർത്ഥനയാണ് RSPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഹൈക്കമാൻഡിനോടും കോൺഗ്രസ് നേതൃത്വത്തോടും ഈ അവസരത്തിൽ ആവശ്യപ്പെടാറുണ്ട്. RSPയെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടും ആ കാര്യത്തിലില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ടീം UDFിന്റെ ഭാഗമാണ് RSP. ടീം UDFിന്റെ ഭാഗമെന്ന് പറയുമ്പോൾ വലുപ്പച്ചെറുപ്പ വ്യത്യാസം കൂടാതെയാണ് ഞങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം വർക്ക് ചെയ്തത്. 5 അല്ല, 10 വർഷക്കാലവും. അതിലൊരു ടീം UDF എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുന്നതിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിലും RSP അടക്കമുള്ള പാർട്ടികൾക്ക് നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. ഞങ്ങൾ 2 വർഷം മുമ്പ് പ്രഖ്യാപിച്ചതാണ് 2 കാര്യങ്ങൾ. ഒന്ന്, ടീം UDF. 2, 100-ൽ കുറയാത്ത സീറ്റ്. ഇതായിരുന്നു ഞങ്ങൾ ഈ ഇലക്ഷനിൽ മുന്നോട്ട് വെച്ച ഞങ്ങളുടെ മെയിൻ ക്യാമ്പയിൻ, ഫോക്കസ് ഓഫ് ദ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ടീം UDFിന്റെ നേതൃത്വത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ എല്ലാ യോഗങ്ങളിലും പ്രസംഗിച്ചിട്ടുണ്ട്. 100-ൽ കുറയാത്ത സീറ്റ് വാങ്ങി കേരളത്തിൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരും. ഇപ്പൊ ടീം UDF 100-ൽ കുറയാത്ത സീറ്റ് വാങ്ങി കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ളതായിരുന്നു UDFിന്റെ പ്രഖ്യാപിത ടാർഗറ്റ്, ലക്ഷ്യം. അതിലെത്തി. ആ ടീം UDFിൽ ഒരു പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂന്റ് ആണ്, ഘടക പാർട്ടിയാണ് RSP. നല്ല കോൺട്രിബ്യൂഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, ആൾബലത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തപ്പെടേണ്ടത്. നല്ല കോൺട്രിബ്യൂഷൻ പ്രക്ഷോഭ രംഗത്തും സംഘടനാ രംഗത്തും നയരൂപീകരണ രംഗത്തും ഒക്കെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവിന് നല്ല കോൺട്രിബ്യൂഷൻ RSPയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ടീം UDFിന്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ അതിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവർ ഞങ്ങളുമായി ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളുടെ നിലപാട് പറയും. അന്തിമമായി നിലപാട് സ്വീകരിക്കേണ്ടത്, തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ആ ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്തായാലും അത് അംഗീകരിച്ച് ഉൾക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നണി മര്യാദയുടെ ഭാഗമാണ്. ആ നിലയിൽ തന്നെ അംഗീകരിച്ച് മുന്നോട്ട് പോകും. ഈ വിഷയത്തിലെയും പ്രശ്നമാക്കുന്നതിന് UDF നേതാക്കൾ കൂടി പങ്കില്ലേ, കോൺഗ്രസിനുള്ള നേതാക്കൾ? ഇപ്പൊ UDF എന്ന് പറയുമ്പോൾ കോൺഗ്രസും എല്ലാ പാർട്ടികളും കൂടി ചേരുന്നതാണ്. കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസം മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളത് കൊണ്ടാണല്ലോ ഈ പ്രശ്നം ഇങ്ങനെ നീണ്ടുപോകുന്നത്. അപ്പൊ സ്വാഭാവികമായും കോൺഗ്രസിനകത്ത്
ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ മുൻകാലങ്ങളിലും സമാന സ്വഭാവത്തിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവവികാസങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ഹോംവർക്കാണ്, ഗൃഹപാഠത്തിന്റെ അടിസ്ഥാനത്തിലുള്ള എക്സർസൈസ് ആണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് നിയമസഭാ സാമാജികരുമായിട്ട് ചർച്ച നടത്തി, അതുപോലെ കേരളത്തിലെ ഘടകകക്ഷികളുമായി ചർച്ച നടത്തി, മുതിർന്ന മുൻകാല PCC പ്രസിഡന്റുമാരുമായി ചർച്ച നടത്തി. എല്ലാ തരത്തിലുള്ള ആശയവിനിമയവും നടത്തുന്നത് നല്ലത് തന്നെയാണ്. ഞങ്ങൾക്ക് ഒറ്റ നിർദ്ദേശം മാത്രമേ ഉള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പൊതു സ്ഥാനാർത്ഥിയെ, അതായത് കോൺഗ്രസിന്റെ ഒരു ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറെ എല്ലാവരെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഒരു തരത്തിലുള്ള അലോസരത്തിനും അവസരം ഒരുക്കാത്ത നിലയിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഈ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിക്ക്, രാഷ്ട്രീയമായ അനിശ്ചിതത്വത്തിന് അവസാനം കുറിക്കാൻ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഇനി തയ്യാറാകണം. ഇനി കാലവിളംബം പാടില്ല എന്ന അഭ്യർത്ഥനയാണ്, ആവശ്യമാണ് RSP കോൺഗ്രസിന് മുമ്പാകെ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന ആരായാലും A-B-C, എയും ബിയും സിയും അല്ലാതെ നാലാമതൊരാൾ D ആണെങ്കിൽ ആ ഡിയെയും അംഗീകരിക്കും. അത് മുന്നണിയുടെ പൊതു മര്യാദയാണ്, പൊതു രാഷ്ട്രീയ മര്യാദയാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഘടക പാർട്ടികളുടെ കൂടി അഭിപ്രായം അല്ലെങ്കിൽ ആ ഘടക പാർട്ടികളുമായി കൂടി ആലോചന നടത്തിയ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഘടക പാർട്ടികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കൂടി കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിക്കും. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള നിലപാട് പരിശോധിക്കും. അവരുടെ ഇതിന്റെ എല്ലാം കൂടി ചേർത്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുക എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം ഞാൻ ആവർത്തിച്ച് പറയുന്നു. ടോട്ടൽ അബ്സല്യൂട്ട് അതോറിറ്റി, അൺഫെറ്റേഡ് അതോറിറ്റി, അപ്രതിരോധ്യമായിട്ടുള്ള അവകാശം, പൂർണ്ണ അവകാശം കോൺഗ്രസിനാണ്, കോൺഗ്രസ് ഹൈക്കമാൻഡിനാണ്. ആ തീരുമാനം എന്തായാലും RSP അച്ചടക്കമുള്ള ഒരു മുന്നണിയിലെ പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന നിലയിൽ RSP അത് ഉൾക്കൊള്ളും, അംഗീകരിക്കും. പക്ഷെ ഞങ്ങളുടെ നിലപാട്, ഞങ്ങളുടെ കാഴ്ചപ്പാട് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ രാഷ്ട്രീയമായ ചുമതലയാണ്, ഉത്തരവാദിത്വമാണ്. അത് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. പിന്നെ ഘടകകക്ഷികൾ ഈ കാര്യത്തെ സംബന്ധിച്ച് പരസ്യമായി ആരും ഒരു നിലപാടും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ഞങ്ങളെ RSP അടക്കം, ലീഗ് അടക്കം, കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവരുമായി സംസാരിച്ചത്. അവിടെ ഈ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നതിനെ സംബന്ധിച്ചായിരുന്നില്ല ചർച്ച. അവിടെ പ്രധാനപ്പെട്ട ചർച്ച തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നിലനിൽക്കുന്ന പൊതുവായ രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച്, ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് തീരുമാനം അല്ലെങ്കിൽ നയപരമായ നിലപാടുകൾ എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പൊതു ചർച്ചയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി നടത്തിയത്. ആ ചർച്ചയിൽ RSP അടക്കമുള്ള എല്ലാ പാർട്ടികളും അവരുടെ നയപരമായ നിലപാടുകൾ കൃത്യമായി, വ്യക്തമായി, സംശയത്തിന് ഇട നൽകാത്ത നിലയിൽ അസന്നിഗ്ധമായി തന്നെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ പ്രതിനിധികളെ അറിയിച്ചിട്ടുണ്ട്. അത് ക്ഷണിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ബഹുമാനപ്പെട്ട ശ്രീ MM ഹസൻ പറയുന്നത് കേട്ടാൽ ഞങ്ങൾ അനധികൃതമായി, അനാവശ്യമായി തിടുക്കപ്പെട്ട് കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെട്ടു എന്ന നിലയിലാണ് അദ്ദേഹം ലീഗിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം. വളരെ വളരെ നിർഭാഗ്യകരമായി പോയി ശ്രീ MM ഹസൻ നടത്തിയ പരാമർശം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കോൺഗ്രസ് ഹൈക്കമാൻഡ് ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഘടകകക്ഷികൾ ഈ കാര്യത്തെ സംബന്ധിച്ച് അവരുടേതായിട്ടുള്ള അഭിപ്രായം, നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുമ്പാകെ അവതരിപ്പിച്ചതും. ഒരുപക്ഷെ അതൊക്കെ ലീക്ക് ഔട്ട് ചെയ്ത് പത്രമാധ്യമങ്ങളിലൂടെ വന്നിട്ടുണ്ടാകാം, ഞാൻ നിഷേധിക്കുന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ അന്ന് UDF-ലുള്ളതല്ല. ഇതിനു മുമ്പും UDF-ന്റെ പ്രതിനിധികളെയും കൂട്ടി ഡൽഹിയിൽ പോയി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കണ്ട് ഭരണമാറ്റവും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും പുതിയൊരു അനുഭവമല്ല. UDF-നെ സംബന്ധിച്ച് ഒരു പുതിയ അനുഭവമല്ല. ഞങ്ങളുടെ ഖണ്ഡിതമായ നിലപാട് ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു. ആ ചർച്ചയ്ക്ക് ശേഷവും ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി അടക്കം ഞങ്ങൾ എല്ലാവരും കൃത്യമായി തന്നെ പറഞ്ഞു, സംസ്ഥാന മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറെ തീരുമാനിക്കാനുള്ള വിവേചനാധികാരം പൂർണ്ണമായും കോൺഗ്രസിൽ നിക്ഷിപ്തമാണ്. ഞങ്ങൾ ആരും അത് ചോദ്യം ചെയ്യുന്നില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പ്രിറോഗേറ്റീവ് ആണ്, അവരുടെ അവകാശമാണ്. RSPയുടെ മന്ത്രി ആരായിരിക്കണമെന്ന് തീരുമാനിക്കാൻ RSPക്ക് അവകാശമുള്ളതുപോലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം
കോൺഗ്രസ് ഹൈക്കമാൻഡിനും കോൺഗ്രസിനും ഉണ്ട്. അത് പറയുമ്പോൾ തന്നെ കേരളത്തിൽ നിലനിൽക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാ സംവിധാനം, ഇതിനു മുമ്പുണ്ടായിട്ടുള്ള കീഴ്വഴക്കങ്ങൾ, സമകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കാം ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി ഇത്തരം കാര്യങ്ങളിൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ കേൾക്കേണ്ടതായിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഞങ്ങളെ വിളിച്ച് ഈ കാര്യം ചർച്ച ചെയ്തത്. അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വളരെ വിശാലമായ ജനാധിപത്യ കാഴ്ചപ്പാടാണ് കോൺഗ്രസ് നേതൃത്വം ഈ കാര്യത്തിൽ സ്വീകരിച്ചത്. അതിനെ ഞങ്ങൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അത് ഞങ്ങൾ ഘടകകക്ഷികൾ എന്തോ അരുതാത്തത് ചെയ്തു എന്ന പരാമർശം അല്ലെങ്കിൽ അരുതാത്തത് ചെയ്തു എന്ന നിലയിൽ ജനം ചർച്ച ചെയ്യാൻ അവസരം ഒരുക്കുന്ന നിലയിൽ ബഹുമാനപ്പെട്ട KPCCയുടെ മുൻ പ്രസിഡന്റും UDFന്റെ മുൻ കൺവീനറുമായിട്ടുള്ള ശ്രീ MM നടത്തിയ പരാമർശം വളരെ വളരെ നിർഭാഗ്യകരമാണ്. അദ്ദേഹത്തെ പോലെ മുതിർന്ന നേതാവിൽ നിന്നുണ്ടായ പരാമർശം എന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് ഘടകകക്ഷികളല്ലല്ലോ പ്രതിസന്ധിയിലാകുന്നത്. ഒരു ഭരണപരമായ പ്രതിസന്ധി കേരളത്തിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരു കെയർ ടേക്കർ ഗവൺമെന്റ് ഇപ്പൊ നിലവിലുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, മുൻകാലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ഒരു ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേൽക്കുന്നതിന് കാലതാമസം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത് ഭരണപരമായ പ്രതിസന്ധി എന്ന് വ്യാഖ്യാനിക്കുന്നത് ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്നതല്ല. കാരണം ഇവിടെ ഒരു കെയർ ടേക്കർ ഗവൺമെന്റ് ഉണ്ട്, സംസ്ഥാന ഭരണ സംവിധാനം നിലനിൽക്കുന്നുണ്ട്, അത് ഫോർമലായി ഫംഗ്ഷൻ ചെയ്യുന്നതിന് ഒരു സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടില്ല. പക്ഷെ രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അത് ഞാൻ 100% അംഗീകരിക്കുന്നു. രാഷ്ട്രീയമായ ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി എന്തിനെ സംബന്ധിച്ച്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയാണല്ലോ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു അനിശ്ചിതത്വം രാഷ്ട്രീയമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് പരിഹരിക്കപ്പെടേണ്ടത്. അത് രാഷ്ട്രീയമായി UDFനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാകില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഇനിയും കാലതാമസം കൂടാതെ എത്രയും പെട്ടെന്ന് ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറെയും അതുവഴി മുഖ്യമന്ത്രിയെയും തീരുമാനിച്ച് പുതിയ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തണം. അതുവരെയുള്ള കാലതാമസം ഭരണപരമായിട്ടുള്ള അനിശ്ചിതത്വം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല, പ്രതിസന്ധി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. രാഷ്ട്രീയമായ അനിശ്ചിതത്വത്തിന് വിരാമം ഇട്ടുകൊണ്ടുള്ള ഒരു തീരുമാനം, നയപരമായ തീരുമാനം, അത് എടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ആ ഹൈക്കമാൻഡിന്റെ തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയാണ് RSP മുന്നോട്ട് വെക്കുന്നത്. ഈ 3 നേതാക്കളും ഒരുപോലെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, 102 സീറ്റ് വാങ്ങി തിളക്കമാർന്ന വിജയം കൈവരിച്ച് അത്യുത്സാഹത്തോടു കൂടി ഒരു ഗവൺമെന്റ് രൂപീകരിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് വഴുതി വീണത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വോട്ടർമാരിൽ നൈരാശ്യമുണ്ടാക്കി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇനിയും കാലതാമസം നേരിടാൻ പാടില്ല. മാത്രമല്ല, ആ നൈരാശ്യത്തിനപ്പുറത്ത് ഒരു പ്രധാനപ്പെട്ട കാരണം കൂടി ഞാൻ സൂചിപ്പിക്കാനാണ്. ഒരു ഗവൺമെന്റ് ഇത്രയും ഒരു വലിയ ഡിഫീറ്റ്, ഒരു പരാജയം CPMന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റിന് കനത്ത പരാജയമേറ്റപ്പോൾ ആ പരാജയത്തിന് ആധാരമായ കാരണങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട സമയമാണ് ഈ സമയം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അഭിമാനകരമായ വിജയത്തെ സംബന്ധിച്ചുള്ള ആഹ്ലാദവും ആഘോഷവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനേക്കാൾ പ്രധാനമാണ്, അല്ലെങ്കിൽ അതിനോളം പ്രധാനമാണ് 10 വർഷക്കാലമായി അധികാരത്തിലിരുന്ന ഈ ഗവൺമെന്റിന്റെ ദുഷ്ചെയ്തികളെ സംബന്ധിച്ച് ആ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് കൂടി, CPMന്റെ ആ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ കൂടി മാധ്യമങ്ങളിലും പത്രപംക്തികളിലും കേവലം 2 കോളം ന്യൂസായി മാത്രമായിട്ടാണ് പരിമിതപ്പെട്ടത്. എന്തുകൊണ്ട് അത് പൊതുമണ്ഡലത്തിൽ ചർച്ചയ്ക്ക് വന്നില്ല? CPM നേരിടുന്ന സംഘടനാപരവും രാഷ്ട്രീയവുമായ പ്രതിസന്ധിയാണെന്ന് ചർച്ച ചെയ്യേണ്ടത്. ഭരണരംഗത്തുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകളെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ CPMന്റെ പ്രതിലോഭകരമായ രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള അപജയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടുന്ന സമയത്ത്, അതുപോലെ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നടപടികളും അഴിമതി ഉൾപ്പെടെയുള്ള സ്വജനപക്ഷപാതം ഉൾപ്പെടെയുള്ള 10 വർഷക്കാലത്തെ ദുർഭരണത്തിന്റെ ദുരന്താനുഭവങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തേണ്ടുന്ന സമയത്താണ് ഇവിടെ കേരളത്തിൽ UDF മുഖ്യമന്ത്രി സ്ഥാനത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള തർക്ക വിതർക്കങ്ങൾക്കും അതുപോലെയുള്ള ഒരുപാട് അനഭിലഷണീയമായ പ്രവണതകൾക്കും നേതൃത്വം കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു കാലതാമസം ഈ കാര്യത്തിൽ ഉണ്ടായി എന്ന അഭിപ്രായം എനിക്കില്ല. കാരണം ഇപ്പൊ 10ാമത്തെ ദിവസമാണുള്ളത്. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ കഴിയും. ഇതിനേക്കാൾ ഏറെ സമയമുണ്ടായിട്ടുള്ള നിരവധി അനുഭവങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്.
ഇവിടെ പ്രശ്നം അതല്ല, ഇതിനുള്ള കാലതാമസമല്ല. പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഉയർന്നു വരുന്ന ചർച്ചകൾ, അതിനെ തുടർന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഭാഗീയ പ്രവണതകൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ, സമൂഹ മാധ്യമങ്ങളിൽ അടക്കം നിറഞ്ഞു നിൽക്കുന്ന ആക്ഷേപങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മഹിതമായ വിജയത്തിന്റെ തിളക്കം, ആ തിളക്കത്തെ പരിമിതപ്പെടുത്തുന്നു എന്ന സംശയം ഉണ്ടാകുന്നു. കാരണം ചേരിതിരിഞ്ഞ പ്രകടനങ്ങൾ നടത്തുക, ഇതുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരുടെയും അനുയായികൾ അവരവരുടേതായിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള പോസ്റ്ററുകൾ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുക, ഫ്ലക്സ് ബോർഡുകൾ വെക്കുക, സമൂഹ മാധ്യമങ്ങളിൽ ആരോപണ പ്രത്യാപരണങ്ങൾക്ക് വഴിതെളിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഐക്യത്തോടും കെട്ടുറപ്പോടും കൂടി മുന്നോട്ട് വന്ന ഒരു മുന്നണിയുടെ മുന്നോട്ടുള്ള പ്രയാണം, അതിശക്തമായിട്ടുള്ള ഒരു ടേക്ക് ഓഫ്, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ഒരു ഗവൺമെന്റിന്റെ തിളക്കമാർന്ന ടേക്ക് ഓഫ്. ആ അവസരത്തിലാണ് ഇത്തരത്തിലുള്ള അനപലക്ഷണീയമായ പ്രവണതകൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അവിടെ ചർച്ച ചെയ്യേണ്ടത്, ഞാൻ ആവർത്തിച്ച് പറയുന്നു, കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ ആ ദുഷ്ചെയ്തികൾ, CPM നേരിടുന്ന രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള പ്രതിസന്ധി. കാരണം ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വമാർക്ക് എന്തുകൊണ്ട് കനത്ത പരാജയം, കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള കനത്ത തിരിച്ചടി, പാർട്ടി സഖാക്കളും പാർട്ടി നേതാക്കൾ പോലും മാറി UDF അനുകൂലമായി വോട്ട് ചെയ്യാനിടയായിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലം, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടുന്ന സമയത്ത് നിർഭാഗ്യവശാൽ ഇതിലേക്ക് ചർച്ച ഫോക്കസ് ചെയ്തു എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്കുള്ള ലഭിക്കുന്ന അല്ലെങ്കിൽ പൊതു സമൂഹത്തിന് ലഭിക്കേണ്ടുന്ന ഒരു നല്ല രാഷ്ട്രീയ സന്ദർഭത്തെ ഇല്ലാതാക്കാൻ സഹായകരമായി എന്നുള്ളതാണ് വസ്തു. ഇല്ല, മറ്റുള്ളവരൊക്കെ ഏത് പേരാണ് പറഞ്ഞത്? ഞങ്ങൾ ഒരു പേരും പറഞ്ഞിട്ടില്ല. RSPയെ സംബന്ധിച്ച് ഞാൻ അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ A, B or C എന്ന ഒരു പേരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പോസ്റ്റ് റിസൾട്ട് സിനാരിയോ, തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിച്ചു, പ്രോസും കോൺസും പറഞ്ഞു. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു സമവായത്തിന്റെ അനിവാര്യതയുടെ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. ഞങ്ങൾ പറഞ്ഞതിൽ നിന്നും വിശദീകരിച്ചതിൽ നിന്നും അവർക്ക് നല്ലതുപോലെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. RSPയുടെ നിലപാട് എന്താണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സമാന സ്വഭാവത്തിൽ തന്നെയാണ് മിക്കവാറും എല്ലാവരും ഒക്കെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഓരോ ഓപ്ഷൻസിനെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും വ്യക്തിഗതമായിരുന്നില്ല. ഞങ്ങൾ RSPയെ സംബന്ധിച്ച് ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. ക്ലിയർ 100, ഇത് വ്യക്തിയല്ല, രാഷ്ട്രീയം തന്നെയാണ് പ്രധാനം. ആ രാഷ്ട്രീയമായി പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. ഈ 10 ദിവസം, ഞാൻ ആവർത്തിച്ച് പറയുന്നു, 10 വർഷത്തെ ദുർഭരണത്തിന്റെ ചെയ്തികൾ, അതുപോലെ CPM നേരിടുന്ന സംഘടനാപരവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രതിസന്ധി, ഇത് രണ്ടും, അതുപോലെ ഈ കാലയളവിൽ നടന്ന അഴിമതി, നിങ്ങൾ ഇന്നലെ കണ്ടു, 112 കോടി രൂപയാണ് ടെൻഡർ പോലും വിളിക്കാതെ അവിടെ തൊടുപുഴയിൽ ഒരു വർക്ക് മന്ത്രി മുൻകൈ എടുത്തുകൊണ്ട്, റോഷി അഗസ്റ്റിൻ മുൻകൈ എടുത്ത്, എവിടെയെങ്കിലും ചർച്ചയുണ്ടോ? സമാന സ്വഭാവത്തിൽ എത്ര അഴിമതികൾ മറനീക്കി പുറത്തു വരാൻ വേണ്ടി പോകുന്നു. ചട്ടവും നിയമവും എല്ലാ വ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ടാണ് ഈ 10 വർഷക്കാലം നടത്തിയിട്ടുള്ള മുഴുവൻ കരാറുകളും. ആ കരാറുകൾ മുഴുവൻ വിശദമായി പരിശോധിച്ച് നോക്കിയാൽ 100 കണക്കിന് കേസുകൾ മുൻ ഗവൺമെന്റിനെതിരായി എടുക്കാൻ ഗവൺമെന്റ് നിർബന്ധിതമായി തീരും. അതൊക്കെ ചർച്ച ചെയ്യേണ്ടുന്നതിന് പകരം നമ്മൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നതിനെ സംബന്ധിച്ച് 10 ദിവസം തലനാരിഴ കീറി തലങ്ങും വിലങ്ങും ചർച്ച ചെയ്തു എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPMനെയും CPMന്റെ നേതൃത്വത്തിലുള്ള LDF ദുർഭരണത്തെയും ഒന്നുകൂടി പൊതുസമൂഹത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുത്തുകയായിരുന്നു എന്ന രാഷ്ട്രീയ നഷ്ടമാണ് ഇതിന്റെ ഭാഗമായി നമുക്ക് ഉണ്ടായിട്ടുള്ളത് എന്നൊരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.